ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം 73-ാം സങ്കീർത്തനം അതിൻ്റെ 24-25 വാക്യം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തെ ഇതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആസാഫ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ഒരു ഭക്തനായ മനുഷ്യൻ തൻ്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുക. എന്താണ് തൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇവിടെ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തെ ആഗ്രഹിക്കുന്നു, ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ മനുഷ്യനും ആഗ്രഹമുള്ളവനാണ്. ആഗ്രഹിക്കുന്നത് തെറ്റുമല്ല. ആഗ്രഹം എന്നുള്ളത് ലഭിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ വിജയരഹസ്യം. അവൻ എന്താഗ്രഹിക്കുന്നുവോ അത് ലഭിക്കുന്നു എന്നുള്ളതാണ് അവൻ ജീവിതത്തിൽ വിജയിച്ചു എന്നവനെ കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്. ഈ ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ലോകത്തെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാതെ വരുമ്പോൾ പലപ്പോഴും നിരാശയിലും വേദനയിലും ദുഃഖത്തിലും ആകുലതയിലും ഒക്കെ ചെന്നുപെട്ട് പലരും ഈ ജീവിതം പോലും വേണ്ട എന്ന് വെക്കുന്നത് എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആഗ്രഹം പൂർത്തീകരിച്ച് വിജയിച്ച് നിൽക്കുന്ന എത്രയോ ആളുകളെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അഭിലാഷം, ആഗ്രഹം അതെന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹങ്ങൾ മാറി മാറിപ്പോകരുത്. ആഗ്രഹം എപ്പോഴും ഒന്നായിരിക്കണം. ആസാഫ് എന്ന ഈ മനുഷ്യൻ 73-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തൻ്റെ ആഗ്രഹം ദൈവസാന്നിധ്യത്തെയും ദൈവത്തെയും ഒക്കെ വെച്ചു തുടങ്ങിയ മനുഷ്യനാണ്. പക്ഷെ പെട്ടെന്ന് താൻ ഈ ലോകത്തിലേക്ക് നോക്കി അതിനെ ഒന്ന് ആഗ്രഹിച്ചു പോയി. ഈ ലോകത്തിലേക്ക് നോക്കി ആസാഫ് അതിനെ ഒന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹം വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഒന്ന് അളന്നപ്പോൾ തനിക്ക് തന്നെ തോന്നി താനൊരു പരാജിതനെന്ന്. അപ്പോൾ യഥാർത്ഥമായി തൻ്റെ ജീവിതം തുടങ്ങുന്നത് ഈ ലോകത്തെ ആഗ്രഹിച്ച ഒരാഗ്രഹം കൊണ്ടായിരുന്നില്ല. അപ്പൊ തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തിയതും കൊണ്ടു നടന്നതും ഒന്നും ഈ ലോകത്തെ ബേസ് ചെയ്തായിരുന്നില്ല. അദ്ദേഹം ദൈവത്തിന് വേണ്ടി പാടുന്ന, പ്രവചിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവ സാന്നിധ്യം കാംക്ഷിക്കുന്ന, ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹീത ഭക്തനായിരുന്നു. അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ഒന്നും പോയ മനുഷ്യനായിരുന്നില്ല. പക്ഷേ 73-ാം സങ്കീർത്തനം എഴുതുവാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, തൻ്റെ ആഗ്രഹം ഇന്നലത്തിൽ നിന്നൊന്ന് മാറി. ഇപ്പോൾ ലോകത്തെക്കുറിച്ച് ചിലതൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്, അവിടെ എഴുതിയ കുറേ പദങ്ങൾ നമ്മൾ വായിക്കേണ്ടി വരും. സ്തോത്രം. അത് 4-ാമത്തെ വാക്യം 5 വാക്യങ്ങളൊക്കെ വായിക്കണം. വേദന, അവരുടെ ദേഹം എന്ന് വെച്ചാൽ ലോകത്തിലെ മനുഷ്യൻ്റെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവർ കഷ്ടപ്പെടുന്നില്ല. പ്രൈസ് ലോർഡ്. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ടുന്തി നിൽക്കുന്നു, അവരുടെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. ഇതൊക്കെ താൻ പറയുന്നതിൻ്റെ കാരണം ലോകത്തെ ബേസ് ചെയ്തുകൊണ്ട് തൻ്റെ ആഗ്രഹം നല്ല സ്തോത്രം, പുഷ്ടിയുള്ള ശരീരം, പുഷ്ടിയുള്ള കണ്ണുകൾ, പുഷ്ടിയുള്ള തലമുറ, ഇങ്ങനെ ഈ ലോകത്തിൽ ഒരു സ്തോത്രം കുറിച്ച് ആ ബേസിൽ തൻ്റെ ആഗ്രഹം മാറിയപ്പോൾ സ്തോത്രം ഏതാണ്ട് 10 പടി ഈ മനുഷ്യൻ താണുപോയി. സ്തോത്രം. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഈ മനുഷ്യൻ താണുപോയി. സ്തോത്രം. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇടറി വഴുതി, അസൂയയുണ്ടായി, ദൈവത്തെ സേവിച്ചത് വ്യർത്ഥമായെന്ന തോന്നലുണ്ടായി, ബാധിതനായി, ദണ്ഡിക്കപ്പെട്ടു, വ്യസനിച്ചു, കുത്തുകൊണ്ടു, പൊട്ടനായി, മൃഗമായി. അപ്പൊ ലോകത്തെ ബേസ് ചെയ്തുകൊണ്ട്
തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ താൻ 10 പടി താഴേക്ക് പോയി. എന്നാൽ സ്തോത്രം, ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിൽ ചെന്നിരുന്നപ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് താൻ ചിന്തിച്ചു, ഇതല്ലായിരുന്നല്ലോ തൻ്റെ ആഗ്രഹം. തൻ്റെ ആഗ്രഹം യഥാർത്ഥമായും സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തെ മാത്രം ആഗ്രഹിച്ച മനുഷ്യന്. ആ ആഗ്രഹത്തേക്ക് താൻ റീസ്റ്റോർ ചെയ്യപ്പെട്ടു, അല്ലെ യഥാസ്ഥാനപ്പെട്ടു. ഹല്ലേലൂയ, ദൈവസാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് തൻ്റെ ആഗ്രഹം ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. അതിനുവേണ്ടി താൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ലോകത്തെ ബേസ് ചെയ്തായിരുന്നില്ല തൻ്റെ ആഗ്രഹം. പക്ഷേ ഹല്ലേലൂയ, ഇടയ്ക്ക് വെച്ച് തൻ്റെ ആഗ്രഹം മാറിപ്പോയി എന്നുള്ളതാണ് സ്തോത്രം താൻ പ്രതിസന്ധിയിലാകുവാനിടയായത്. ഹല്ലേലൂയ, സ്തോത്രം. 1-2 ഭക്തന്മാരുടെ ആഗ്രഹത്തെക്കുറിച്ച് വളരെ വേഗം ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിൽ ദാവീദാണ് അഗ്രഗണ്യനായി എനിക്ക് പറയുവാനിടയായിട്ടുള്ളത്. ദാവീദ് സ്തോത്രം ദൈവത്തെ ആഗ്രഹിക്കുന്ന 27-ാം സങ്കീർത്തനത്തിൽ അതിന് 4-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം, ദാവീദ് യഥാർത്ഥമായ ഒരു രാജാവാണ്. അദ്ദേഹം ദൈവസാന്നിധ്യമോ ദൈവത്തെയല്ല ആഗ്രഹിക്കേണ്ടത്. അദ്ദേഹം ആഗ്രഹിക്കേണ്ടത് മറ്റു പല കാര്യങ്ങളുമാണ്. എന്തെല്ലാം ആഗ്രഹിക്കാനുള്ള മനുഷ്യന്. പക്ഷേങ്കിൽ രാജസ്ഥാനത്തെത്തിയിട്ടും ഹല്ലേലൂയ രാജാവായി ഇരുന്നിട്ടും തൻ്റെ ആഗ്രഹം ദൈവസാന്നിധ്യത്തെയും ദൈവത്തെയുമാണ്. കാരണം സ്തോത്രം, ദാവീദിനറിയാം സ്തോത്രം, തന്നെ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന തന്നെ ഈ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയത് ദൈവ. ഹല്ലേലൂയ, സ്തോത്രം, മറ്റൊന്നുമല്ല. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നിലവാരങ്ങളിലും ഹല്ലേലൂയ സ്വർഗത്തിലും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേങ്കിൽ ദൈവം കൂടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തിൽ ചില അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കാം, പക്ഷേ സ്വർഗത്തിൽ ഹല്ലേലൂയ നാം അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. എന്ന് വെച്ചാൽ സ്വർഗരാജ്യ പ്രവേശനം ലഭിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തെക്കുറിച്ച് ആഗ്രഹിച്ചു പോകുന്ന ആഗ്രഹം കൊണ്ട് കഴിയുകയില്ലെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. മോശയുടെ ആഗ്രഹത്തെക്കുറിച്ച് സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ നോക്കണം സ്തോത്രം, ദൈവം മോശയോട് ചോദിക്കും, നിനക്ക് എന്നിൽ നിന്ന് എന്താണ് നീ ആഗ്രഹിക്കുന്നത് ചോദിക്കുമ്പോൾ നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. അപ്പോൾ നോക്കണം, ഒരു ഭക്തൻ്റെ ആഗ്രഹം കണ്ടല്ലോ സ്തോത്രം. മറ്റെന്തെല്ലാം ചോദിക്കാം അദ്ദേഹത്തിന്, പക്ഷേ ദൈവത്തിൻ്റെ തേജസ് ചോദിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ മോശയെ കാണാൻ കഴിയും. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്ന ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. ഓ ജീസസ്, ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. അപ്പോൾ സ്തോത്രം, ലോകത്തിലെ പല കാര്യങ്ങളും പൗലോസ് വേണ്ടാന്ന് വെക്കുന്നത് സ്തോത്രം ക്രിസ്തുവിനെ ആഗ്രഹിച്ച ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവമക്കളെ സ്തോത്രം, നമ്മുടെ ആഗ്രഹം എന്താ? സ്തോത്രം, പൗലോസിൻ്റെ ആഗ്രഹം, മോശയുടെ ആഗ്രഹം, ദാവീദിൻ്റെ ആഗ്രഹം, ആസഫിൻ്റെ ആഗ്രഹം, ഇതെല്ലാം നമ്മൾ കേട്ടതിങ്ങനെയാണ്. അവരിൽ സ്വർഗത്തിലും ഭൂമിയിലും അവർ ദൈവത്തെ ആഗ്രഹിച്ചു. ഭൂമിയിലും ദൈവം മതി, സ്വർഗത്തിലും ദൈവം മതി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ അവർക്കൊരു നിരാശ പറയേണ്ടി വന്നില്ല. കാരണം സ്തോത്രം, ഈ ഭൂമിയിൽ സ്തോത്രം നമ്മൾ നോക്കുമ്പോൾ ചിലതൊക്കെ അവർക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് സ്തോത്രം അവരുടെ ജീവിതത്തിൽ അവർ ജയാളികളായി നിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്തോത്രം, അവർ ഭൂമിയിലും അനുഗ്രഹിക്കപ്പെട്ടു, സ്വർഗത്തിൽ. കാരണം അവർ ആഗ്രഹിച്ചത് ദൈവത്തെയാ, ദൈവ സാന്നിധ്യത്തെയാ. അതുകൊണ്ട് സ്തോത്രം അവരുടെ ജീവിതത്തിൽ അത് വിജയമായി തീരുവാനിടയായിട്ടുള്ളൂ. ഇത് പകൽക്കാലം നമ്മുടെ ആഗ്രഹം എന്താ, നമ്മുടെ വാഞ്ച എന്താ, അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ ചിലപ്പോൾ മറ്റൊരാൾ നോക്കിയിട്ട് നമ്മൾ പരാജിതരെന്ന് പറഞ്ഞെന്നിരിക്കാം. കാരണം അവർ അത് പറയാൻ കാരണം അവരെ ബേസ് ചെയ്താണ് നമ്മളെ കാണുന്നത് എന്നതുള്ളതുകൊണ്ടതാണ്.
പ്രൈസ് ലോർഡ്. അവർ പറയുമായിരിക്കും, ഓ അദ്ദേഹത്തിന് അതില്ല, ഇദ്ദേഹത്തിന് ഇതില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് പൗലോസിന് കുതിരയില്ലെന്ന് പറഞ്ഞാലൊന്നും പൗലോസിന് വിഷയമല്ല. കാരണം പൗലോസ് ജയിച്ചതിൻ്റെ കാരണം പൗലോസ് ആഗ്രഹിച്ചത് എന്താണോ അതവന് ലഭിച്ചു. ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലും സംതൃപ്തനാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യ പ്രവേശനം എന്ന അനുഗ്രഹീതമായ അനുഭവം അവന് ലഭിക്കുന്നത് കൊണ്ട് അവിടെയും അവൻ സംതൃപ്തനാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, ഈ ഭൂമിയിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സംതൃപ്തനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവൻ ഉയർത്തപ്പെട്ടവനാണ്, അവൻ ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും ഒരു പരാജിതനല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമ്മുടെ മനസ്സിലൊരിക്കലും വേണ്ടാത്ത നോട്ടത്തിലേക്കും ഹല്ലേലൂയ ആഗ്രഹത്തിലേക്കും പോയാൽ സ്തോത്രം, നമ്മൾ ലോകവുമായി നമ്മളെ കമ്പയർ ചെയ്യും. ചിലപ്പോഴത് ആസാഫിനെ പോലെ സ്തോത്രം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു അനുഭവം നമ്മളുണ്ടാകും. അങ്ങനെ നമ്മൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഭൂമിയിലും സ്വർഗത്തിലും ഹല്ലേലൂയ ദൈവത്തെ മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന അനുഗ്രഹീത ദൈവമക്കളായി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് സഹായം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ നിർത്തുന്നു. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം, ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവ്, ഈ പ്രഭാതത്തിൽ നല്ല വചനങ്ങളെ തന്നുകൊണ്ട് സ്തോത്രം. അതെ, ഭൂമിയിലും സ്വർഗത്തിലും അങ്ങേ മാത്രമാണ് ആഗ്രഹിക്കുവാൻ ഏറ്റവും നല്ലതെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പറഞ്ഞു തന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ജയിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹം എന്തോ അത് ലഭിക്കുമ്പോഴാണ്. അങ്ങേ ആഗ്രഹിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾ ജയാളികളാപ്പാ. അതിനായുള്ള ആഗ്രഹങ്ങൾ കർത്താവെ ഹല്ലേലൂയ അതിനെ മറിച്ചു കളയുന്ന ഈ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ജനത്തിന് അനുഗ്രഹമാകണമേ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.